അപ്പോൾ ഈ രാജ്യത്ത് LPG ക്ഷാമമില്ല എന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ നേർക്കുനേർ കാണുന്ന കാഴ്ച അങ്ങനെയല്ല. ഹോട്ടലുകൾ അടയുന്ന കാഴ്ചയാണ്. സിലിണ്ടറുകൾ കിട്ടാതെ ആൾക്കാർ മോഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന കൊല്ലാത്ത കാഴ്ച രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നമ്മൾ ഇപ്പോൾ ഇതിനോടകം തന്നെ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ക്ഷാമം ഉള്ളതുകൊണ്ടാണോ അതോ ഈ പറയുന്ന ക്ഷാമമുണ്ട് എന്ന ആശങ്കയിൽ ബുക്കിംഗ് കൂട്ടുന്നു, അങ്ങനെ ആദിയിൽ ഉണ്ടാകുന്ന കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് തുടങ്ങിയ പ്രവണതകളാണോ ബൽറാം? ഹഷ്മി സ്മിത, ഈ രണ്ട് കാരണങ്ങളും ഇപ്പോൾ ഉള്ള ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. ആളുകളിൽ വലിയ ആശങ്കയുണ്ട്, പരിഭ്രാന്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സിലിണ്ടറുകൾ ലഭിക്കുന്നിടത്തോളം വാങ്ങിവെക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ഈ സിലിണ്ടറുകൾ ആവശ്യമായ, പ്രത്യേകിച്ച് വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമം തന്നെ രാജ്യത്ത് നേരിടുന്നുണ്ട്. അതിന്റെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏതാണ്ട് നിലച്ച ഒരു മട്ടാണ്. എന്നാൽ പ്രതിസന്ധിയില്ല എന്നും ഗാർഹിക ആവശ്യത്തിനുള്ള LPGയുടെ ഉൽപാദനം 28% കഴിഞ്ഞ 5 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റ് മാർഗങ്ങൾ, ബദൽ മാർഗങ്ങളാണ് അതേസമയം സർക്കാർ നിർദ്ദേശിക്കുന്നത്. അതിനായി കേന്ദ്രം സംസ്ഥാന സർക്കാരുകളുമായി ആലോചിച്ചിരുന്നു. മണ്ണെണ്ണ, ഇന്ധന എണ്ണ, ബയോമാസ്, കൽക്കരി തുടങ്ങിയവ സജീവമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഡൽഹി അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ നിലവിൽ മണ്ണെണ്ണ സ്റ്റവിന്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അത് താൽക്കാലികമായി ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെയും PDS ചാനലുകളിലൂടെയും മണ്ണെണ്ണ ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾക്ക് ഇന്ധന എണ്ണ ലഭ്യമാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ശരാശരി പ്രതിമാസ വാണിജ്യ LPG ആവശ്യകതയുടെ 20% വാണിജ്യ ഉപഭോഗത്തിനായി നീക്കിവെക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇത്തരത്തിലൂടെ ഒരു പരിധിവരെ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ നിലവിലുള്ള ക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇക്കാര്യം സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ചായിരിക്കും നടപ്പാക്കുക. ഹോസ്പിറ്റാലിറ്റി, റെസ്റ്റോറന്റ് വിഭാഗങ്ങൾക്ക് ഒരു മാസത്തേക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ക്ഷാമത്തിന്റെ സാഹചര്യം ഉണ്ടോ എന്ന് റിയൽ ടൈം അവസ്ഥ കേന്ദ്ര സർക്കാർ പറയട്ടെ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ കോലാഹലങ്ങൾ ഉണ്ടാവുന്നത് എന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.